ഒരു റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പിന്നെ ഇത് അങ്ങനെ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുത്തനെ കൊന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ശരിയാണ്, തെറ്റാണ്. അത് ക്രൈമാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എല്ലാ കൊലപാതകങ്ങളും എന്ന് പറയുന്നതും ബ്രൂട്ടലാണ്. പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ ഒക്കത്തില്ല. അതിന് റെയറസ്റ്റ് എമംഗ് റെയർ ആവണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റാൻസ് അല്ല അതിന് വേണം. അങ്ങനെ ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റാൻസ് ആയിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഈ കേസിൻ്റെ ഫാക്ട്സ് മനസ്സിലാക്കിയിട്ട്. പിന്നെ ഇതിൻ്റെ എവിഡൻസും തെളിവും എല്ലാം നോക്കിയിട്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് ഹൈക്കോടതിയാണ്, 2 ജഡ്ജിമാരാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ഡിവിഷൻ ബെഞ്ചാണ് അതിനകത്ത്. അതായത് ഈ ഡെത്ത് പെനാൽറ്റി സെഷൻസ് ജഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ, അഡീഷണൽ സെഷൻ ജഡ്ജ് ആരായാലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് സബ്ജക്റ്റ് ടു ദ കൺഫർമേഷൻ ഓഫ് ദ ഹൈക്കോർട്ടാണ്. അതായത് ഹൈക്കോടതി അത് കൺഫേം ചെയ്യണം. അതായത് പഴയ CRPC 366 വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമാണത്. അപ്പോൾ ആ കൺഫർമേഷൻ ഇല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി ഇല്ല. അപ്പോൾ ആ കൺഫേം ചെയ്യുന്നത് വരെയും യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വിധി ഉണ്ടെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഡെത്ത് പെനാൽറ്റി കീഴ്ക്കോടതി കൊടുത്തു. പിന്നെ ഒരു വേണമെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലല്ലേ, അതിൽ നിന്ന് ഈ കൺഫർമേഷൻ കൺഫർമേഷന് പോകുമ്പോൾ അതിൻ്റെ കൂടെ പ്രതിക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം. പ്രതി അപ്പീൽ കൊടുത്തില്ലെങ്കിലും ഈ കൺഫർമേഷൻ പ്രൊസീഡിങ്, അതായത് DR എന്ന് പറയുന്നത് ഡെത്ത് റെഫറൻസ്, ഇത് ഈ ഒരു പ്രതിയുടെ അപ്പീൽ പോലെ തന്നെ പരിഗണിച്ച് അത് ഈ തീരുമാനമെടുക്കും. അപ്പോൾ അത് പ്രതി അപ്പീൽ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമല്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ DR ഡെത്ത് റെഫറൻസ് അനുസരിച്ച് അത് ഹൈക്കോടതിക്ക് ഫയലെല്ലാം കൂടെ സെഷൻ ജഡ്ജി അയക്കണം. അത് അയച്ചു കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ, അതായത് സെഷൻസ് അപ്പീൽ നോക്കുന്ന ഡിവിഷൻ ബെഞ്ചിൽ ഇത് ചെല്ലും. എന്നിട്ട് ആ ഡിവിഷൻ ബെഞ്ച് ഒരു തീരുമാനം എടുക്കും. അതാ ചെയ്യുന്നത്. ആ രീതിയിലാണ് അതിൽ നിന്ന് തീരുമാനം എടുക്കേണ്ടത്. അത് കഴിഞ്ഞിനി അത് ഹൈക്കോടതി ഞാൻ കൺഫേം ചെയ്ത് തന്നിരിക്കട്ടെ. ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പ്രതിക്ക് സുപ്രീം കോടതി അവിടെ കൊടുക്കാം. അത് സുപ്രീം കോടതിയിൽ അത് തീരുമാനം എടുക്കും. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയും കൺഫേം ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. അങ്ങനെ പ്രസിഡന്റ് ദയാഹർജി കൊടുത്ത് ജീവനോന്താക്കി കൊടുത്ത് ഒരുപാട് കേസുകളുണ്ട്, വന്നിട്ടുണ്ട്. എല്ലാത്തിലും വരാറില്ല, വളരെ റെയറായിട്ടുള്ള കേസുകളിൽ അങ്ങനെ വരാറുള്ളൂ. പക്ഷേ അങ്ങനെയുണ്ട്, ഇത്രയും നടപടികൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ഈ 24 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, ഞാൻ പറഞ്ഞില്ലേ, മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. അതാണ് ഇതിൽ നിന്നെല്ലാം വെളിവാകുന്നത്. ഒന്നാമത് ഇവനെ ഒഴിവാക്കണമെന്ന് തന്നെ തീരുമാനിക്കുന്നത് അതിൻ്റെ മെച്യൂരിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതങ്ങ് തയ്യാറാവണം, ഇവൻ ഇതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ അവനെതിരെ കേസ് കൊടുക്കണം. ഇതൊന്നും അത് ചെയ്തില്ലല്ലോ. അതൊന്നും ചെയ്യാതെ അതങ്ങ് തന്നെത്താൻ ഒഴിവാക്കാൻ അങ്ങ് തീരുമാനിച്ചു ഈ രീതിയിൽ. പിന്നെ അവനങ്ങ് പ്രേമം അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് കഷായം കൊടുത്താൽ അവൻ കഷായം കുടിക്കും, വിഷം കൊടുത്താൽ വിഷം കുടിക്കും. ആ രീതിയിലേക്ക് ആയിപ്പോയി. അതാ വന്നേക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരിക്കലും നമ്മൾ ഈ ജുഡീഷ്യറിയിലെ ഒരിക്കലും ഒരു റിട്രിബ്യൂഷൻ, ഒരു പ്രതികാര വാഞ്ച എന്ന് പറയുന്നത് നമുക്ക് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പ്രതികാര വാഞ്ച ഉള്ളതെന്ന് പറഞ്ഞ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഉള്ളത് ഈ വിക്ടിമിൻ്റെ കുടുംബാംഗങ്ങൾക്കാണ്. അതിൻ്റെ അമ്മ, സഹോദരൻ, അച്ഛൻ ഇവരൊക്കെ ആണെങ്കിൽ അവർക്കാണ് ഈ റിട്രിബ്യൂഷൻ, അതായത് പ്രതികാര വാഞ്ച പറയേണ്ടത്. പക്ഷെ ഇതിപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ അങ്ങ് തോന്നും, ഇത് ഇവക്ക് ഇങ്ങനെ തന്നെ വേണം, കൊടുക്കണം, വേണോ, കൊല്ലണം എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് സാധാരണ ചിന്തിക്കുന്നവർ ആ രീതിയിൽ ചിന്തിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ അതിനകത്തെല്ലാം ആ ഫാക്ട്സ് രീതിയിൽ കണ്ടിട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു കേസിനകത്ത് ഞാൻ ഒരു പ്രതിക്ക് കൊടുത്തത് അട്ടക്കുളങ്ങര കബീർ വധം, അതിനകത്ത് കരാട്ടെ ഫറൂഖിനോടൊപ്പം അതിലെ 2ാം പ്രതിക്ക് ഞാൻ വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ 2ാം പ്രതിക്ക് അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മയല്ല. യഥാർത്ഥത്തിലെ അട്ടക്കുളങ്ങര കബീർ വധം അതിനകത്ത് ഉള്ള 21 വയസ്സുകാരനാണ് യഥാർത്ഥത്തിലെ റെക്കോർഡ്. അത് കൊടുക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു. കാരണം കരാട്ടെ ഫറൂഖാണ് അവന് ബോംബ് കൊടുത്തത്. യവനെ എറിയാൻ വളരെ പ്രിസിഷനിൽ എറിയാൻ അറിയാവുന്നവനാണ്. അവനെ എവിടെയായാലും കറക്റ്റ് എറിയും. 2 പോലീസുകാർ ഈ പ്രതിയെ കൊണ്ട് ജയിലിലേക്ക് നടന്നു പോവുകയാണ്. ആ സമയത്താണ് കൊണ്ടുവന്ന് അവൻ്റെ തലയ്ക്ക് തന്നെ എറിഞ്ഞ്, ഈ പോലീസുകാരൻ്റെ തലയ്ക്കല്ല എറിഞ്ഞേ, ഈ പ്രതിയുടെ തലയ്ക്ക് ദൂരെ നിന്ന് എറിഞ്ഞാണ്. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് അത് എറിയാൻ കഴിവുള്ളത് അവനാണ്. അപ്പോൾ അതിനകത്ത് കൊടുക്കാതിരിക്കാൻ ഒരു മാർഗമില്ല, കൊടുത്തു. സ്പെഷ്യൽ ഫാക്ട്സ് ഉണ്ട്. പക്ഷേ അവൻ്റെ വയസ്സ് മാത്രമേ ഉള്ളൂ അതിനകത്ത് പ്രശ്നം. പക്ഷേ ഇത് എറിഞ്ഞ പ്രതി എന്നുള്ളത് കൊണ്ട് അവനെ എനിക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനും മാർഗമില്ലായിരുന്നു.
അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. ആദ്യം അതിന് കൺവിക്ഷനൊന്നും അവർ ചലഞ്ച് ചെയ്യാൻ പോയില്ല. അവർ സുപ്രീം കോടതി, ഇവിടെ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചു, കൺഫേം ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിൽ അവർ ഈ കൺവിക്ഷനെ ചലഞ്ച് ചെയ്യാനേ പോയില്ല. ആ കുറ്റം ചെയ്തോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് അവർ ചലഞ്ച് ചെയ്യാൻ പോയില്ല. അവർ ചലഞ്ച് ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ, ശിക്ഷയെക്കുറിച്ച് മാത്രമേ വാദം പറഞ്ഞുള്ളൂ. സുപ്രീം കോടതി അത് യഥാർത്ഥത്തിൽ എടുത്ത് ജീവപര്യന്തമായിട്ട് കൊടുത്തു. അങ്ങനെ കരാട്ട ഫറൂഖ് ജയിലിൽ കിടന്ന് തന്നെ മരിക്കുകയും ചെയ്തു. മറ്റവന് ഇപ്പോൾ എവിടാന്ന് എനിക്ക് അറിയില്ല, ജയിലിലായിരിക്കും. ഇത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ജനങ്ങൾക്ക് തന്നെ ഒരു പ്രതികാരം തോന്നുന്നു, ശിക്ഷ കുറ്റമല്ല തോന്നും. കാരണം ഇപ്പൊ തന്നെ ഏതാണ്ട് ഈ 3 പേരെ ഒരുത്തൻ തല്ലിക്കൊന്നല്ലോ, ഒരു വൃത്തികെട്ട ഒരു ഞരമ്പ് രോഗി, ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരുത്തൻ. അവനെ ആ തല്ലിക്കൊന്ന് അവന്റെ വീടുണ്ടല്ലോ, നാട്ടുകാരി കയറി ആക്രമിച്ചിട്ടുണ്ട്. ആരോ എന്ന് പറഞ്ഞാൽ അവന്റെ അച്ഛനും അമ്മയും എവിടെയോ പോയി മുങ്ങിയേക്കാണ്. അവര് വേറെ എവിടെയോ ദൂരെ മാറി താമസിക്കാരെ അവരെ എവിടെയും കണ്ട ആളുകൾ ഉപദ്രവിക്കും. അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്രത്തോളം പ്രതികാര വാഞ്ച ഉണ്ടാക്കിയ കേസിനകത്ത്. ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, നിരപരാധിയായ എത്ര പെൺകുട്ടികളെ ഓരോരുത്തന്മാർ ഈ പ്രേമിച്ച് എന്ന് വെച്ചാൽ അവന്മാർക്ക് അങ്ങ് പ്രേമം, അതിന് വേണ്ട, പക്ഷേ രക്ഷയില്ല, വെട്ടിക്കൊല്ലുന്നു, വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക, കൊലപ്പെടുത്തി, എന്നിട്ട് അവൻ തൂങ്ങി അങ്ങ് ചാവും. അവന് യാതൊരു പ്രശ്നവുമില്ല, കാരണം എവിടെ ജീവിച്ചിരിക്കണ്ട. പിന്നെ ഒരുത്തൻ തോക്ക് പാറ്റിനം കണ്ട് പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പഠിച്ച് വെടിവെക്കാൻ പഠിച്ച് അവിടെ പോയി ട്രെയിനിങ് എടുത്തിട്ട് വന്ന് ഒരു പെണ്ണിനെ കയറി, ഒരു പെൺകുട്ടിയെ കയറി വെടിവെച്ച് കൊല്ലുന്ന നമ്മൾ കണ്ടല്ലേ. ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, അതിനെ വെടിവെച്ച് വന്നു. ഇതേപോലെ ചെയ്യുന്ന വേറെ ഓരോരുത്തന്മാരെ ആസിഡ് എടുത്ത് ഒഴിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കാത്തത് ഇല്ല. അപ്പം അത് അവൻ ദൂരെ പോയി തോക്ക് റിവോൾവർ വാങ്ങിക്കൊണ്ട് വന്ന് അവനെ ഇവിടെ വന്ന് ഈ പെൺകുട്ടിയെ അതിൻ്റെ ഹോസ്റ്റലിലോ കോളേജിലോ എങ്ങോട്ടെ എവിടോ അതിക്രമിച്ച് കയറി അവിടെ ചെന്ന് വെടിവെച്ച് ഒന്നാണ്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അന്നേരം ഒന്നും ഈ ജനങ്ങൾ ഇത് പറയുന്നില്ലല്ലോ. അന്നേരമല്ലേ പറയണ്ടേ ഇതൊക്കെ. ഇപ്പോൾ ഇതിന് നമുക്ക് ഈ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് സമൂഹത്തിനും പാടില്ല. കൊടുക്കേണ്ടെന്നല്ല, വധശിക്ഷ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറയാറില്ല. കാരണം വധശിക്ഷ കൊടുക്കേണ്ട കേസിനകത്ത് വധശിക്ഷ തന്നെ കൊടുക്കണം. ഉദാഹരണമായിട്ട് ഇപ്പം ഈ 3 അടിച്ചു കൊന്നില്ലേ, അവന് വേറെ ശിക്ഷയൊന്നും ഞാൻ കാണുന്നില്ല. അതായത് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ തെളിയിക്കാൻ എളുപ്പമാണത്. കാരണം സാക്ഷികളൊക്കെ ഉള്ളതാണ് ഒരുപാട്. കാരണം അതിന് വീഡിയോ ഒക്കെ പോലും ഉണ്ട്. അപ്പം അതുകൊണ്ട് അവന് ഞാൻ കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് അവനെ സമൂഹത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ളവർ തന്നെ. കാരണം സമൂഹത്തിന് ഇവനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുള്ളൂ. ഇവനിങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവന്മാരെ എലിമിനേറ്റ് ചെയ്യണം. വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ വധശിക്ഷിക്കുന്നു എതിരല്ല. പക്ഷേ ഈ കേസിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉള്ള ഒരു കേസാണ്. പോരെങ്കിൽ ഇതിൻ്റെ പ്രായം, മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല. ആ രീതിയിലൊക്കെ നോക്കിയിട്ട് യഥാർത്ഥത്തിൽ ജീവപര്യന്തമായിരുന്നു പ്രോപ്പറായിട്ടുള്ളൊരു ശിക്ഷ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള ഈ ഷാരോണിൻ്റെ യഥാർത്ഥത്തിൽ പിടിയിൽ പെട്ടിക്കൂട്ടി അതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചായപ്പോൾ ഈ കുട്ടിക്ക് ഇവനെ വേണ്ട, മടുത്തിട്ടുണ്ട്. വേറെ കല്യാണാലോചന വന്നു, ഒരു സൈനികരുമായിട്ടുള്ള കല്യാണാലോചന വന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിന് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ് മനസ്സിലാക്കിയത്, ഇതിൻ്റെ എന്തോ കോംപ്രമൈസിങ് പൊസിഷനുള്ള കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോയോ ഏതാണ്ടൊക്കെ ഇവൻ എടുത്തു വെച്ചിട്ടുണ്ട്. 5-6 ബിറ്റ് ഫോട്ടോകളോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭീഷണിയുടെ ഇടപാടിലേക്ക് അവസാനം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വേറെ കല്യാണം ഉണ്ടെങ്കിൽ അത് അവൻ മുടക്കും. ഇതാണ് കാര്യം, നീ അങ്ങനെ പോകണ്ട. കാരണം ഇവന് അങ്ങ് വസ്തുക്ക് പിടിച്ച പ്രേമം അവൻ വേണം. അത് പ്രേമമൊന്നുമല്ല യഥാർത്ഥത്തിൽ, കാമം എന്നേ നമുക്കതിനെ പറയാൻ ഒക്കുള്ളൂ. പ്രേമമൊന്നും പറയാൻ പറ്റില്ല. ആ രീതി വന്നു. പെണ്ണിന് ഇവനെ വേണ്ടെങ്കിൽ അവനങ്ങ് പോയാൽ പോരെ. അത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. ഈ രീതിയിലേക്ക് അങ്ങ് മാറി. ആ ബന്ധം അങ്ങനെ ആയപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ, നിർവാഹമില്ലാതെ ഇതെങ്ങാണ്ട് കുറച്ച് ആദ്യം ഏതാണ്ട് 56 പാരസെറ്റമോളോ എങ്ങാണ്ടും, പാരസെറ്റമോൾ എന്തെന്നാൽ ആരും ചാവുകയില്ല. ഇതിൻ്റെ ലിവറൊക്കെ അടിച്ചു പോകുന്നുള്ളേ ഉള്ളൂ കാലക്രമേണ. അതങ്ങാണ്ട് കലക്കി ഏതാണ്ട് മിറൻഡാക്കകത്തോ ഏതാണ്ടൊക്കെ കലക്കി കൊടുത്തു. അത് വാങ്ങിച്ച് കുടിച്ച്
ഇട്ട് അവന് വേറെ പ്രശ്നമൊന്നും വന്നില്ല. അന്നപ്പോൾ അതിന് മനസ്സിലായി ഇതിന് വേറെ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് അവനെ സൗകര്യമായിട്ട് വിളിച്ചിട്ട് അവന് കഷായം കൊടുത്തു. കഷായത്തിനകത്ത് എന്തോ വിഷം, എന്ത് വിഷമാണെന്ന് എനിക്കറിയില്ല, എന്തോ വിഷം കലർത്തി വിഷം ഒഴിച്ചു കൊടുത്തു. അത് അവസാനം ഇത് അവൻ കുടിച്ചു. കുടിച്ച് കഴിഞ്ഞിട്ട് വയ്യാതെ വന്ന് വീട്ടിൽ വന്ന് കിടപ്പായി. അങ്ങനെ അവിടുന്ന് അവസാനം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യമൊന്നും ഇതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ഇവന് നേരെ ഒന്നും പറയുന്നില്ല. ഇവനെ ഇത് കഷായം കുടിച്ചെന്നോ ഇതൊക്കെ അവസാനം ഇവൻ്റെ അനുജൻ ഒരു പയ്യനെ ഏതാണ്ട് ആയുർവേദത്തിന് പഠിക്കുന്നോ ഏതാണ്ട് ഉണ്ട്, വിദ്യാർത്ഥിയെ കണ്ടാണ്. അപ്പോൾ അവനെ ചോദിച്ചു മനസ്സിലാക്കി ഇതെന്താണെന്ന്. അപ്പോൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ കഷായം കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കഷായം ഏതാണെന്നൊക്കെ ആയി, അതൊക്കെ നോക്കി. ഏതായാലും അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നാശപ്പെട്ടു. അവിടെ ആശുപത്രി കിടന്ന് ഏതോ 5-6 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു. ഇതാണ് സംഭവം, ഫാക്ട്സ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ നമ്മൾ ഈ റെയറസ്റ്റ് എമംഗ് റെയർ എന്നുള്ളത് കണക്കാക്കുമ്പോൾ അതിനകത്ത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും നോക്കണം. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഡെത്ത് തന്നെ കൊടുക്കണം, അതിനുള്ള അഗ്രവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനകത്ത് നമുക്ക് പറയാം, ഇതുപോലെ ഒരുത്തനെ ഒരുപാട് കഷ്ടപ്പെടുത്തി കൊന്നു ഒന്ന്. പിന്നെ പ്രേമം നടിച്ച് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് തെറ്റിദ്ധരിപ്പിച്ച് അവനെ വിളിച്ചു വരുത്തിയിട്ട് അവന് വിഷം കലക്കി കൊടുത്തു. അത് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, അതായത് ശരിയാണ്, കൊല്ലാൻ തന്നെ ചെയ്തതാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. പിന്നെ ഇങ്ങനെ ഒരുത്തനെ ഇതുപോലെ വഞ്ചിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആ രീതിയിലൊക്കെ അങ്ങോട്ട് പോകും. അതൊക്കെ അഗ്രവേറ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സർക്കംസ്റ്റാൻസ് ആയിട്ട് അത് മാറും. പിന്നെ ഇത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അതിലുണ്ട്. കാരണം 24 വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. ഒന്ന് വളരെ ടു യങ്. അത് സാധാരണഗതിയിൽ ദി അക്യൂസ് ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ് ഒരു പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞാൽ മധ്യവയസ്കർക്കാണ് ഈ പ്രശ്നം വരുന്നത്. അവരൊക്കെ തൂക്കാം ബാക്കി എന്നുള്ള ഒരു ധാരണയല്ല വേണ്ടത്. പക്ഷേ ടു യങ് ആവാൻ പാടില്ല. ഇത് ടു യങ് അല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം വേറെ നിർവാഹമില്ല, അവൻ്റെ കയ്യിൽ നിന്ന് ഊരിപ്പാനും മാർഗ്ഗമില്ല. ഇവനെ ഒരു കാരണവശാലും അല്ലാതെ അവനെ പറഞ്ഞു വിട്ട് വേറെ കല്യാണം കഴിച്ചാൽ 3 വരെ അവൻ ഈ പണമൊക്കെ എടുത്ത് പുറത്താക്കും, പ്രശ്നമാകും. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ ഒരു നിർവാഹമില്ല, ഇതിനെ ഒരു മൂലയിൽ തള്ളിക്കൊണ്ട് വെച്ച ഒരു രീതിയാണ്. ഇതിന് ഇവനെ വേണ്ടതാനും. അങ്ങനെ വന്നപ്പോഴാണ് ഈ കൃത്യത്തിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ അങ്ങനെ വന്നപ്പോൾ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് അതിനകത്തുണ്ട്. കാരണം ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി, ഈ കുട്ടിക്ക് വേറെ നിർവാഹമില്ല, അതിനെ കോർണർ ചെയ്ത് ഒരു മാർഗ്ഗമില്ലാതെ അതിന് മൂവ് ചെയ്യാൻ വയ്യാതെ വന്നു. കാരണം ഇവനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവനെ ഈ പണി എടുത്ത് പുറത്താക്കിയാൽ ഇതിൻ്റെ ലൈഫ് തകർന്നു പോകും. അപ്പം ഇത് വിചാരിച്ചത് ഇതിൻ്റെ ബുദ്ധി അത്രയേ ഉള്ളൂ. ആ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് ഈ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഈ കഷായത്തിനകത്ത് വിഷം കലർത്തി ആരെങ്കിലും കൊടുക്കും. വിഷം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവൻ അവിടെ വന്നെന്നറിയാം, ഇവനെ അവിടെ വരുത്തിയെന്നും അറിയാം, ഇത് ഇവൻ്റെ വീട്ടിലൊക്കെ അറിയാം, അവിടെ പോയിട്ടുണ്ടെന്നും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ്, മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയൊരു ട്രാപ്പ് ചെയ്തവനെ കൊന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കാരണം അതിന് ബോധമില്ല, അത്രയും വിവരമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബന്ധത്തിലൊക്കെ പോയി പെടുന്നത്. അങ്ങനെ പെട്ടു. ഏതായാലും ഇത് ബന്ധപ്പാടായി പിടിച്ചു വരുത്തി ഇതുപോലെ വിഷം കൊടുത്ത് അത് അവൻ മരണപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മെച്യൂർഡ് മൈൻഡ് ഉള്ള ഒരു ബിഹേവിയർ അല്ല ഈ കൊച്ചിനുണ്ടായത്. അങ്ങനെ ഒരു ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഇതായത്. അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് യമൻ തന്നെത്താൻ എടുത്ത് കുടിച്ചതാണെന്ന് ഉള്ള രീതി, വിഷം കുടിച്ച് മരിച്ചതാണെന്ന് വേണമെങ്കിൽ വരുത്താവുന്ന രീതിയിൽ അവനെ കൊല്ലാവുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അതിൻ്റെ മാർഗ്ഗം ഞാൻ പറഞ്ഞു തരത്തില്ല എങ്ങനെയൊക്കെയാണ്, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതായിരുന്നു. എന്നാലും ഇത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു മെച്യൂർഡ് ബിഹേവിയർ അല്ല ഈ കുട്ടിക്ക്. അങ്ങനെയുള്ളപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ടേ മാറുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. വധശിക്ഷ കൊടുക്കണമെങ്കിൽ എപ്പോഴും ഒരു കേസ് റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസുകളിലേ കൊടുക്കാൻ പറ്റും. ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ബച്ചൻ സിംഗ് കേസിൽ നൽകിയ പ്രിൻസിപ്പിളാണ്.
പിന്നെ സി ആർ പി സിയിൽ അന്ന് അത് ഉണ്ടായിരുന്ന സി ആർ പി സി ആണ് അന്ന് നിലവിലുള്ളത് ഈ കേസിൻ്റെ സമയത്ത്. സി ആർ പി സിയിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം. അങ്ങനെയുള്ള കേസിലേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ആ വധശിക്ഷ കൊടുക്കാനുള്ള അതിൻ്റെ മാനദണ്ഡം. ഏതൊക്കെയാണ്, എന്തൊക്കെ സ്പെഷ്യൽ ഫാക്ട്സ് ആവും എന്നുള്ളത് കുറേ ഇല്ലസ്ട്രേഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് പറയണമെങ്കിൽ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നുള്ളതാണ് നിയമം. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 302 ഒഫൻസ് IPC-ക്കകത്ത് പറഞ്ഞേക്കുന്നത് എ പേഴ്സൺ, അതായത് ഒരു മർഡർ നടത്തിയ ഒരാൾക്ക് ഹി ഷാൽ ബി സെൻറ്റൻസ് ടു ഡെത്ത് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ഫോർ ഫൈൻ എന്നാണ്. അതായത് ഒരു മർഡർ കൊലപാതകം നടത്തിയേക്കുന്ന ആളിന് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ, അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്, അതോ അതിനോടൊപ്പം ഫൈനും. ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ കേസിലും നമുക്ക് ഈ വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ റെയറസ്റ്റ് എമംഗ് റെയർ ആവണം. ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം തടവാണ് ലെസർ ആൾട്ടർനേറ്റീവ്, ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ്, അതായത് ഒരു ചോദ്യവും ഇല്ലാതെ അത് ലെസർ ആൾട്ടർനേറ്റീവ് ജീവപര്യന്തം ശിക്ഷ ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിലായിരിക്കണം അതിനകത്ത് വേണം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ. അങ്ങനെയുള്ള കേസിലേ കൊടുക്കാൻ ഒക്കുള്ളൂ, അല്ലാതെ എല്ലാ കേസിലും കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പറയും ഒരാളെ കഷ്ടപ്പെടുത്തി കൊന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. അപ്പോൾ എല്ലാ കൊലപാതകങ്ങൾക്കും ഇത് കൊടുക്കാൻ ഒക്കത്തില്ല. എല്ലാ മർഡറും എന്ന് പറയുന്നതും ബ്രൂട്ടലാണ്. എപ്പോഴും ബ്രൂട്ടൽ എന്ന് നമ്മൾ പറയും. വളരെ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരം, അതായത് കാഠിന്യമേറിയ അതുപോലെ തന്നെ ബ്രൂട്ടലാണ്. ഈ ബ്രൂട്ടലായാലും എല്ലാ മർഡറും ബ്രൂട്ടലാണ്. പക്ഷേ നമുക്ക് ആ എല്ലാത്തിനും നമുക്കത് കൊടുക്കാൻ പറ്റുകയില്ല, വധശിക്ഷ കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഏതിനകത്തൊക്കെ പിന്നെ കൊടുക്കുക, ഇതിനകത്ത് എന്തുകൊണ്ട് വധശിക്ഷ കൊടുക്കുന്നത്, എന്താ കൊടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഫാക്ട്സ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാരണം അതിൻ്റെ സർക്കംസ്റ്റാൻസ് അങ്ങനെയാണ്. ഈ പെൺകുട്ടി കസ്റ്റഡിയിലായിരുന്നപ്പോൾ ഈ കേസിൽ അത് ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ലൈസോൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് വെപ്രാളമായപ്പോൾ അതിനെ മെഡിക്കൽ കോളേജിൽ, ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ അത് അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ചിലപ്പോൾ ഇത് മരിച്ചു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മരണമൊഴി റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു മജിസ്ട്രേറ്റിനെ അവിടെ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാനായിട്ട് അവിടെ ചെന്നു. മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. കാരണം ഇതിനെ ലൈംഗികമായിട്ട് ഒരിക്കൽ അതിനൊരബദ്ധം പറ്റി, ഇവനുമായിട്ടൊരു ബന്ധമായി. പിന്നെ അത് മുതലെടുത്തുകൊണ്ട് അതിൻ്റെ പടമൊക്കെ എടുത്ത് വെച്ച് അത് മുതലെടുത്തുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ വീണ്ടും അവനുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വന്നു. നിവൃത്തിയില്ലാതെ ഇതിന് വേറെ രക്ഷപ്പെട്ടു പോകാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഇത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് വിഷം വാങ്ങിച്ച് വെച്ചതാണ്. ഇത് കഷായത്തിനകത്ത് ഒഴിച്ച് വെച്ചു, അതെടുത്ത് കുടിക്കാൻ. അപ്പം ചോദിച്ചു, ഇവൻ അന്ന് അതിന് ശാരീരികമായിട്ട് ഉപദ്രവിച്ചെന്നാണ് അത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് അത് പ്രോസിക്യൂഷൻ റെക്കോർഡ് ഹാജരാക്കിയിട്ടുണ്ട് അവിടെ. മജിസ്ട്രേറ്റിൻ്റെ മുഴുവൻ നടപടി മുഴുവൻ ഹാജരാക്കിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞു, എനിക്ക് ഇത് ഈ വേറെ മാർഗമില്ലാതെ വന്നു. അങ്ങനെ ഇനി എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ എനിക്ക് അതിന് നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ. അപ്പോൾ അവൻ ചോദിച്ചു, അതായത് ഇതിനെ ഉപദ്രവിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാത്തത് വേറൊരുത്തിന് കിട്ടണ്ട, ഇതാണ് അവൻ പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ പടങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് എപ്പോഴായാലും അവൻ പടം എടുത്ത് നോക്കും, വീഡിയോ എടുത്ത് നോക്കും, റെക്കോർഡ് ചെയ്യും. ഒന്നും ചെയ്യാൻ വയ്യാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, ശരി, എന്നാൽ എനിക്ക് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഞാൻ കുടിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന കഷായമാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ശാലം ഒഴിച്ചു തരാൻ പറഞ്ഞു. ഇത് ഒഴിച്ചു കൊടുത്തു. ഇതാണ് അത്. അന്നേരം മജിസ്ട്രേറ്റിന് മനസ്സിലായി ഇത് കൺഫെഷൻ ആവും. അപ്പം മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മതം മൊഴിയായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എതിരായ തെളിവായിട്ട് ഉപയോഗിക്കും എന്നുള്ള വാണിംഗ് കൊടുത്തു. അങ്ങനെ കൊടുക്കണം. ആ വാണിംഗ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്നറിയാം, ഇതിന് ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ല ഒന്ന്. പിന്നെ ഇത് ആത്മഹത്യക്ക് ശ്രമിച്ച് വീണ്ടും, കാരണം അത് ലൈസോൾ കുടിച്ച് വീണ്ടും ആശുപത്രിയിലായി. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളത് അതിനോടൊരു എപ്പോഴും അങ്ങനെ ഇത് കേൾക്കുന്ന ഉടനെ എല്ലാവരും പറയും
അത് അവർക്ക് ഇങ്ങനെ തന്നെ വേണം, അങ്ങനെ പറയുന്നതല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. 24 വയസ്സല്ല ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് മാറും.